നമ്മൾ വീണ്ടും തലയോലപ്പറമ്പിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ ബിന്ദുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ബിന്ദുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം അവിടേക്ക് എത്തിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. വൈകാതെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ മുട്ടച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്ന് അല്പസമയത്തിനകം ഇവിടെ എത്തിയത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ വസതി അതിന് മുകളിലായി ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ താഴെ കാണുന്ന സ്ഥലത്താണ് ഇവിടെ സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്ര കണ്ട ഒരു പരിമിതമായ സാഹചര്യങ്ങളിലായിരുന്നു അവർ ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത് എന്നതാണ്. ബിന്ദുവിൻ്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. ഭർത്താവ് വിശ്രുതൻ, അദ്ദേഹം ഒരു രോഗിയാണ്. നേരത്തെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോഴെല്ലാം പറയുകയായിരുന്നു ബിന്ദുവിൻ്റെ ഒരു ഏക വരുമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് തങ്ങൾ പോവുകയായിരുന്നു. അവർ മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആശ്രയം. 2 മക്കളെ അവർ പഠിപ്പിച്ചു. ഒരാൾ മകൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അവിടെ ചികിത്സ തുടരുകയായിരുന്നു. മകൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുന്നു. അങ്ങനെ ഈ 2 പേരെയും അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അവരിലൂടെയാണ് പുറത്തേക്ക്, അതായത് ഒരു നല്ല ജീവിതം എന്ന രീതിയിലേക്കെല്ലാം തന്നെ അവർ സ്വപ്നം കണ്ടിരുന്നത്. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് അവർ അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. ചികിത്സ പൂർത്തിയാക്കിയിട്ടുമില്ല. ഇതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ബിന്ദുവിൻ്റെ അമ്മയുണ്ട്. അമ്മ 75 വയസ്സ് പിന്നിട്ട അമ്മയുടെ കരച്ചിൽ നമുക്ക് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോഴെല്ലാം തന്നെ കേൾക്കാം. കാരണം അത്ര കണ്ട് ഇവർ നിരാലംബമാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ വീടിൻ്റെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എത്ര ദുരിതപൂർണമായ ഒരു സാഹചര്യത്തോട് പൊരുതിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മകളെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ്, അതായത് ചികിത്സ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും അവർ ഈ ഒരു സാഹചര്യത്തിൽ അവരെ പുറത്തേക്ക് അമ്മയുടെ ഈ കർമ്മങ്ങൾ നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങോട്ട് പോകുന്നു. അടുത്ത ഒരു ബന്ധു വീട്ടിലാണ് അവരുള്ളത്. മകൻ എവിടെയുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഭർത്താവ് വിശ്രുതൻ നമ്മളോട് സംസാരിക്കും. ഈ കുടുംബ സാഹചര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വിശദമായിട്ട് പറയുകയായിരുന്നു. എത്ര കണ്ട് ഒരു ബിന്ദു ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്നതെല്ലാമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നിലുള്ളത് ഒരു ശൂന്യത തന്നെയാണ്. കാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. കാരണം അവരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബമായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് പൂർണ്ണമായും എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും തങ്ങൾക്ക് അറിയില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു നഷ്ടപരിഹാരമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാർ ചെയ്യട്ടെ, താൻ അതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പിറകെ പോകുന്നില്ല. വലിയ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം തന്നെ തനിക്കുണ്ട്. വലിയ ബാധ്യതകൾ മക്കളുടെ പഠനത്തിനും കാര്യങ്ങൾക്കും എല്ലാമായിട്ട് അത്തരം കാര്യങ്ങളിലേക്കെല്ലാം വലിയ തുക എല്ലാം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് ഇനി കടം വീട്ടുക, അത്തരം കാര്യങ്ങളിലേക്ക് തൻ്റെ ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളും എല്ലാം തന്നെയുള്ളത്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിൽ കൂടിയും സർക്കാരിന് പുറകെ അത്തരമൊരു നഷ്ടപരിഹാരം തേടുത്താൻ പോകുന്നില്ല. കാരണം അവർ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് മാത്രമാണ്. അത്ര കണ്ട അവർ അത് മുറിവേറ്റിരിക്കുന്നു, അത്ര കണ്ട സങ്കടപ്പെട്ടിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ കുറേ കൂടി ഒരു ആശ്വാസമാകുമായിരുന്നു എന്നതാണ് പറയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ ആ ഘട്ടത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇതിൽ ഒരു വലിയ ഒരു അളവ് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് പകരം അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമായിരുന്നു എന്ന് തുടക്കത്തിൽ തന്നെ
തന്നെ പറഞ്ഞുകൊണ്ട് അവർ നിലകൊള്ളുകയായിരുന്നു. പക്ഷേ ആ കെട്ടിടം പോലും അന്ന് രാവിലെ വരെ അവിടുത്തെ ശുചിമുറിയും മറ്റ് കാര്യങ്ങളുമെല്ലാം തന്നെ എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ എന്തടിസ്ഥാനത്തിലാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയതെന്ന് പോലും ഇവർക്ക് അറിയില്ല. എല്ലാവരും തന്നെ രോഗികൾ ഉൾപ്പെടെയുള്ളവർ അത്തരം അധികാരികളുടെ അത്തരമൊരു വെളിപ്പെടുത്തൽ നിഷേധിച്ചിട്ടുണ്ട്. കാരണം അത് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടം ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയത്. പക്ഷേ അതിൻ്റെ ഒരു ഇര ബിന്ദുവായി മാറുകയായിരുന്നു എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം ഇവിടേക്ക് ബിന്ദുവിൻ്റെ മൃതദേഹവുമായിട്ട് ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ, സംസ്കാരത്തിനുള്ള അത്തരം ക്രമീകരണങ്ങളടക്കം ഇവിടെ പൂർത്തിയാക്കി വരികയാണ്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡാനി, എന്തായാലും ഒരുപാട് ആളുകളെ നമ്മൾ അവിടേക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹിക്കുന്നവരും പരിചയക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ബിന്ദു. അതിനപ്പുറം ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകളുടെ വീഴ്ചയുടെ ഒരു ഇരയായി മാറി എന്നതുകൂടിയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ അവസാനമായി ബിന്ദുവിനെ കാണുവാൻ വേണ്ടി അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനപ്രതിനിധികളും ഒക്കെ അവിടേക്ക് എത്തും ഇന്ന് എന്നതല്ലേ പ്രതീക്ഷിക്കുന്നത്? ഡാനി പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അല്പസമയം മുമ്പ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അമ്മയില്ലാത്ത വീട്, അതിൻ്റെ ശൂന്യത എത്രത്തോളമാണ് എന്നുള്ളത് ആർക്കും പറഞ്ഞു നൽകേണ്ട ആവശ്യമില്ല. ബിന്ദുവിനെ സംബന്ധിച്ച്, ബിന്ദുവിൻ്റെ വീടിനെ സംബന്ധിച്ച് ആ വീടിൻ്റെ നട്ടെല്ലായിരുന്നു ബിന്ദു. അതാണ് ഇല്ലാതായിരിക്കുന്നത്. ഈ ഘട്ടത്തെ അവരിനി എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല. എന്ത് പകരം നൽകാം എന്ന് പറഞ്ഞാലും അത് ബിന്ദുവിന് പകരമാകില്ലല്ലോ. വളരെ വേദനയോടുകൂടി പല കാര്യങ്ങളും, അനാസ്ഥയെക്കുറിച്ചടക്കം പല വിഷയങ്ങളും ബിന്ദുവിൻ്റെ ഭർത്താവ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്കാണ് ഒരിക്കൽ കൂടി. കാണാനില്ലാത്തപ്പോൾ അവിടെ ബഹളമായല്ലോ. അവിടെ ബഹളമായപ്പോൾ പാർട്ടി കിടന്ന നമ്മുടെ ഇപ്പോൾ ഈ ബിന്ദു ഇരുന്ന പാർട്ടി, എൻ്റെ കൊച്ചിരുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ. അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി. കെട്ടിടം ഒഴിഞ്ഞു വരിക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഭാര്യയെ കാണാനില്ല. ഞാൻ തിരക്കി പിടിച്ച് വന്നപ്പം ഈ കുഞ്ഞു പറയുന്നത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ ആരുടെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ലല്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇവള് മിസ്സായെന്നാണ് ഞാൻ അപ്പോഴും അറിയുന്നത്. ഈ ബഹളം കേട്ടപ്പോൾ ഇറങ്ങി ഓടി മറ്റുള്ള ആൾക്കാരോട് പുറത്തു പോയെന്നാണ് എനിക്ക് തന്നെ തോന്നിയത്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അടിക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കാഷ്വാലിറ്റി പോയി നോക്ക്, അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇവിടുന്ന് പോയ കുറേ ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓടി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ടില്ല. പിന്നെ പോലീസുകാരെല്ലാം അവിടെ പിടിച്ചിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പിന്നുള്ള കാര്യങ്ങൾ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ എന്നെ മറച്ചു വയ്ക്കുകയായിരുന്നു. ബോഡി കിട്ടി, JCB വന്ന് കുത്തി എടുക്കുമായിരുന്നു. JCB റാമ്പിൽ കൂടെ വരാനൊക്കെ പാടാത്. മെഡിക്കൽ കോളേജിൻ്റെ റാമ്പിൽ കൂടെ വരണ്ടായത്. വന്നിട്ട് ഒരു സൈഡിലാണ് ഈ ബാത്റൂം ഇരിക്കുന്നത്. അവിടെ നിന്നെല്ലാം പിന്നെ JCBയുടെ കൈ വെച്ച് കുത്തി ഇളക്കി സ്ലാബിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. അല്പസമയത്തിനകം ബിന്ദുവിൻ്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിക്കും. 11 മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ജനപ്രതിനിധികളെയും വലിയൊരു ജനങ്ങളുടെ നിരയും ഒക്കെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിന്ദുവിൻ്റെ മൃതദേഹം വരുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കുമൊക്കെ വീണ്ടും മടങ്ങിയെത്താം.